നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കടബാധ്യത തീരുവാനും ധനവരവ് ഉണ്ടാകുവാനും കയ്യിലെപ്പോഴും പണം നിലനിൽക്കുവാനും ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തോടൊപ്പം അതിശക്തിയാർന്ന ഒരു സ്വിച്ച് വേർഡ്സും കൂടി നമ്മൾ ചേർത്തെഴുതുന്നതിലൂടെ നമ്മുടെ സാമ്പത്തികപരമായ അല്ലെങ്കിൽ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ കടബാധ്യതകൾ തീരുവാനും ഇനി കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പണവും സ്വർണവും വളരെ വേഗത്തിൽ തന്നെ തിരികെ കിട്ടുവാനും, കൂടാതെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പണത്തിനൊരാവശ്യം വന്നു, ഇതുപോലെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും സാമ്പത്തിക തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം വിഷമിക്കുന്നവർക്കും ഇങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി, അതായത് പണത്തെ ആകർഷിക്കുവാൻ ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ഒട്ടുമിക്ക പേരും പറയുന്ന ഒരു കാര്യമാണ്, എത്ര പ്രാർത്ഥിച്ചു, എത്ര വിളക്ക് കൊളുത്തി, എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തി, എന്നിട്ടും സാമ്പത്തികപരമായ യാതൊരു ഉയർച്ചയുമില്ല, സാമ്പത്തിക തടസ്സങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കടബാധ്യത കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ രീതിയിൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കൂ. പണവരവിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. എന്തിന്, വിളക്ക് കൊളുത്തേണ്ട പോലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. കാരണം ഈ സ്വിച്ച് വേർഡ്സിനോടൊപ്പം ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷര മന്ത്രം കൂടിയാണ് എഴുതുവാൻ പോകുന്നത്. ബീജം എന്നാൽ വിത്ത് എന്നാണ് അർത്ഥം. നല്ല വളക്കൂറുള്ള മണ്ണിൽ വിത്ത് വിതച്ച് ആവശ്യാനുസരണം സൂര്യപ്രകാശവും ജലവും നൽകുമ്പോൾ ആ വിത്ത് മുളച്ച് എങ്ങനെയാണോ ഒരു വലിയ സസ്യമായി മാറുന്നത് അല്ലെങ്കിൽ വൃക്ഷമായി മാറുന്നത്, അതുപോലെ തന്നെയാണ് ബീജാക്ഷരങ്ങൾ അല്ലെങ്കിൽ ബീജമന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നതിലൂടെ അല്ലെങ്കിൽ എഴുതുന്നതിലൂടെ നമുക്ക് അളവറ്റ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും, കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനും നമ്മൾ ലക്ഷ്മി ദേവിയാണ് ആദ്യം പ്രാർത്ഥിക്കാറ്. ഇനി പണം സംബന്ധമായ പ്രശ്നങ്ങൾ മാറുവാനും അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും വേണ്ടി മാത്രമല്ല ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാകുവാനും 16 തരത്തിലുള്ള സമ്പത്ത് വന്നു ചേരുവാനും നിത്യേന ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാ ദിവസവും ലക്ഷ്മി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലേണ്ടതാണ്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും സാധിക്കുന്നവരെല്ലാവരും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യേണ്ടതുമാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്, അതായത് ആകർഷണ വിധിമുറ എന്ന് പറയും. ലോ ഓഫ് അട്രാക്ഷനിലുള്ള സ്വിച്ച് വേർഡ്സ് മെത്തേഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിലുള്ള മാന്ത്രിക വാക്കുകൾ അല്ലെങ്കിൽ മന്ത്രവാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലും സംസ്കൃതത്തിലും എപ്രകാരമാണോ മന്ത്രങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ചില വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ വാക്കുകൾ ചില തവണകൾ നമ്മൾ എഴുതിയാലോ അല്ലെങ്കിൽ ചൊല്ലിയാലോ ആ വാക്കിലുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉച്ചരിക്കാൻ സാധിക്കുന്ന വാക്കുകളാണ് സ്വിച്ച് വേർഡ്സുകൾ. ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേർഡ്സുകൾ ഇംഗ്ലീഷിൽ മാത്രമേ പ്രയോജനപ്പെടുത്തുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രയോജനപ്പെടുത്തിയാലും, ഇനി അതല്ല അർത്ഥം മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്തിയാലും ആ വാക്കുകളുടെ പൂർണ്ണ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഴ്മനസ്സിൽ പതിയുന്നതുമാണ്. ഏതൊരു വിഷയമാണെങ്കിലും ശരി, അതല്ല ഏതൊരു വസ്തുതയാണെങ്കിലും ശരി, അത് നമ്മുടെ ആഴ്മനസ്സിൽ പതിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. അതിനെ ആര് വിചാരിച്ചാലും തടസ്സപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുവാനോ സാധിക്കുന്നതുമല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകം സ്വിച്ച് വേർഡ്സുകളുണ്ട്. ഇനി പറയാൻ പോകുന്ന ഈ ഒരു വാക്ക് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പണവരവിൽ അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്.
ഈ വാക്ക് ഏതാണെന്ന് പറയുന്നതിന് മുൻപായി അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കാം. ഈ വാക്ക് എഴുതി നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ ആണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റെക്റ്റാങ്കിളിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇനി പേപ്പർ എടുക്കുമ്പോൾ വൈറ്റ് കളറിലെ വരയിടാത്ത പേപ്പറാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ കീറിപ്പോയതോ ചുളുങ്ങിയതോ ആയ പേപ്പർ ഒരു കാരണവശാലും ഉപയോഗിക്കുവാനും പാടില്ല. അതിനാൽ ഒരു A4 ഷീറ്റ് എടുക്കുക. അതിൽ നിന്നും റെക്റ്റാങ്കിൾ ഷേപ്പിൽ വളരെ ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇനി എഴുതുമ്പോൾ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത്, അതായത് പച്ച നിറത്തിലുള്ള പേന. പച്ച നിറത്തിലുള്ള പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി പേപ്പറിൽ എഴുതേണ്ട അതിശക്തിയാർന്ന ആ സ്വിച്ച് വേർഡ്സ് ഏതാണെന്ന് നോക്കാം. ബ്രിങ് ഫുൾ കൗണ്ട്, സ്ട്രീം ഈസ് നൗ. ബ്രിങ് ഫുൾ കൗണ്ട്, സ്ട്രീം ഈസ് നൗ. ബ്രിങ് ഫുൾ കൗണ്ട്, സ്ട്രീം ഈസ് നൗ. വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന സ്വിച്ച് വേർഡ്സ് ആണിത്. ഈ ഒരു സ്വിച്ച് വേർഡ്സിൽ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്ന വാക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്ന വാക്ക് നിത്യേന നമ്മൾ ചൊല്ലിയാൽ തന്നെ പണവരവിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേർഡ്സിനോടൊപ്പം ഈ ബീജമന്ത്രം കൂടി ചേർത്ത് നമ്മൾ എഴുതിയാൽ പണവരവിൽ 1000 മടങ്ങ് വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇനി ഈ സ്വിച്ച് വേർഡ്സ് എഴുതുമ്പോൾ ഒറ്റ വരിയായോ അല്ലെങ്കിൽ 2 വരിയിലായോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാവുന്നതാണ്. ഇനി ഇതേത് ദിവസം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് ചോദിച്ചാൽ ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിവസവും ഇത് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് പണവശ്യത്തിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം ഏതാണെന്നാൽ അത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 വരെയുള്ള ശുക്രഹോര സമയത്ത് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ് അത്യുത്തമം. കാരണം ശുക്രഹോരയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച വരുന്നത് ജൂലൈ 19 തീയതിയാണ്. 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജയ്ക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയായ ജൂലൈ 19 തീയതി അതിരാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ശുക്രഹോരയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് പൗർണമി ദിവസങ്ങളിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി പൗർണമി ദിവസം ഈ മെത്തേഡ് ചെയ്യുന്നവർ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഒരേ ഒരു തവണ മാത്രം പേപ്പറിൽ എഴുതിയാൽ മതിയാകും. എഴുതിയതിനു ശേഷം ആ പേപ്പർ മടക്കുവാൻ പാടില്ല. ആ പേപ്പർ മടക്കാതെ തന്നെ നിങ്ങളുടെ മണി പേഴ്സിലോ വാലറ്റിലോ ഹാൻഡ് ബാഗിലോ ഇത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ മണി പേഴ്സിൽ ഈ പേപ്പർ വെക്കുമ്പോൾ പണത്തിന് മുകളിൽ ഈ പേപ്പർ വരത്തക്ക രീതിയിൽ വേണം പേപ്പർ വെക്കുവാൻ. പിന്നീട് ഓരോ തവണ നിങ്ങൾ പേഴ്സിൽ നിന്നും പണം എടുക്കുമ്പോഴും അല്ലെങ്കിൽ പണം വയ്ക്കുമ്പോഴും ഈ വാക്കുകൾ നിങ്ങൾ വായിക്കേണ്ടതാണ്. ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കൂടി ചേർന്ന സ്വിച്ച് വേർഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യുവാൻ. അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ് ചെയ്യുവാനും പാടില്ല. ദിവസവും നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങളുടെ മണി പേഴ്സിലുള്ള ഈ പേപ്പർ എടുത്ത് ആ വാക്കുകൾ നിങ്ങൾ വായിക്കുക. അതിനുശേഷം വീണ്ടും തിരികെ ആ പേപ്പർ ഇരുന്നിടത്ത് തന്നെ വെക്കാവുന്നതാണ്. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞത് 1 മാസം നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കൂ. പണവരവിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇനി ഇങ്ങനെ എഴുതി വെക്കുന്ന പേപ്പർ ഉടനെ ഒന്നും എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. എഴുതി വെച്ചിരിക്കുന്ന ഈ പേപ്പർ കീറിപ്പോയാലോ അല്ലെങ്കിൽ ആ പേപ്പർ ഒരുപാട് പഴകിപ്പോയാലോ പഴയ പേപ്പർ മാറ്റി ഇതേ രീതിയിൽ തന്നെ വീണ്ടും പുതിയ പേപ്പറിൽ എഴുതി വെക്കാവുന്നതാണ്. ഇനി എടുത്തു മാറ്റിയ ആ പഴയ പേപ്പർ ഡസ്റ്റ്ബിന്നിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ കത്തിച്ച് കളയാവുന്നതുമാണ്. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ പൗർണമി ദിവസമോ ഇതേ രീതിയിൽ തന്നെ എഴുതി വെക്കേണ്ടതുമാണ്. വളരെയധികം പവർഫുള്ളായ ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.